ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഗിവ് അവേ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നമ്മളെ വിന്നറെ തിരഞ്ഞെടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരാണ് ഭാഗ്യശാലി എന്നറിയാൻ നിങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്ക് സ്കൂളുണ്ട്, അല്ലാതെ നമുക്ക് കാറ്ററിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വീട്ടിലത്തെ ജോലികൾ തന്നെ. പിന്നെ ഒന്ന് പുറത്ത് പോവാണ്ട് നമുക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനൊക്കെ കൊറിയർ ഓഫീസിലൊക്കെ ഒന്ന് പോവാണ്ട്, അല്ലാത്ത തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നും തിരക്കാണ് എന്നല്ലേ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുപ്പ് കത്തിച്ച് ചോറിന് വെള്ളം വെച്ചു. ഇനിയിപ്പം നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഞാനൊന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ വാങ്ങിക്കണ പുട്ടുപൊടി അല്ല കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ ഒരു പുട്ടുപൊടിക്ക് ഞാൻ സാധാ ചെയ്യുന്ന പോലെ തന്നെ പുട്ടുപൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിക്ക് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ആദ്യം ഒന്ന് കുതിരാൻ വെക്കും. അതിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഒഴിച്ച വെള്ളം കൂടിപ്പോയി. ഈ പൊടിക്ക് അത്ര വെള്ളം വേണ്ടേനി തോന്നുന്നുണ്ട്. അതാണ് നമ്മൾ ചിലപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറയാലോ, ചില പൊടിക്ക് വെള്ളം കൂടുതലേക്കാരം, ചില പൊടിക്ക് വെള്ളം കുറവേക്കാരം. അപ്പോൾ സാധാരണ വാങ്ങിക്കുന്നതാകുമ്പോൾ പിന്നെ നമുക്ക് അറിയാം അതിക്ക് എത്ര വെള്ളം വേണ്ടതെന്ന്. അപ്പോൾ ഇത് വേറെ ബാബു എന്തോ കടയിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അങ്ങനെ പുട്ടുപൊടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കടലക്കറി ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ടുക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമുണ്ട്, പുട്ടും കടലയൊക്കെ ആകുമ്പം എളുപ്പമുണ്ടല്ലോ. പിന്നെ ഗ്യാസുമ്മ തന്നെയാണ് ഉണ്ടാക്കും ചെയ്യുന്നത്. ചോറ് അടുപ്പത്തും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കടലക്കറി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ആ നേരമൊക്കെ ആകുമ്പോഴത്തേനും പുട്ടുപൊടിയൊക്കെ നനഞ്ഞൊക്കെ റെഡി ആയിക്കോളും. അപ്പോൾ അതാ നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കടല. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിന് പൊടികളൊക്കെ ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നാൽ മാത്രം തന്നെ ചേർക്കണുള്ളൂ കേട്ടോ. പിന്നെ സവാള, തക്കാളി അതൊന്നും ഇടുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയാലും കടലക്കറിക്ക് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പം സവാളയൊക്കെ തക്കാളിയും സവാളയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു. പിന്നെ ഇന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ അതേപോലെ ഉണ്ടാക്കലുണ്ടോ ഇല്ലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. കിഴങ്ങുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയവർക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാണിക്കാം. അപ്പോൾ ഞാൻ കടലക്കറി അടുപ്പത്ത് വെച്ച് പിന്നെ തേങ്ങ ഇല്ലേ ഇനിയും. അപ്പോൾ ഞാൻ പോയിട്ട് തേങ്ങയൊക്കെ പൊളിച്ചാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ ചിരവി വെക്കും വേണം. അപ്പം ആദ്യം അരി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. ചോറിന് നമ്മൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വെള്ളമൊക്കെ അതാ ചൂടായിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ചിട്ടൊന്നുമില്ല, ചൂടായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അരിയാണ് കഴുകി ഇട്ട് കൊടുക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങയൊക്കെ ചിരവി പുട്ടും ചൂടാ. അപ്പോൾ മഴയാണ് പോയപ്പോഴേ ഇപ്പോൾ എന്താണെന്നറിയില്ല, നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥ കേട്ടോ. താഴത്തേക്കൊക്കെ നോക്കുമ്പോഴേ കാടൊക്കെ പോയും ചെയ്തതുകൊണ്ടാവും. അതെങ്ങനോടത്തേക്കൊക്കെ നോക്കുമ്പം പുല്ലും കാടും ഒക്കെ പോയിക്കണം ഇപ്പോൾ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക, അതേപോലെ മഴയൊക്കെ ആകുമ്പോൾ ഭൂമിയൊക്കെ നനഞ്ഞ് അങ്ങനെയൊക്കെ ആവുമല്ലോ. ഇതിപ്പം നനവുമില്ല, അതേപോലെ തന്നെ നല്ല നനവുമില്ല, അതേപോലെ നല്ല വരണ്ടതും അല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. അവിടെ പണിക്കാരുണ്ട്, അപ്പം അവിടെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിവിടെ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടുപൊടി നോക്കിയപ്പം പുട്ടുപൊടി കുറച്ച് വെള്ളം എറിയിക്കണം. അപ്പോൾ വെള്ളം എറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ കട്ട ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറ്റുന്നതൊക്കെ കൈ കൊണ്ട് ഉടച്ചു കൊടുത്തു. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടാണ് ഒന്ന് മിക്സ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പെർഫെക്റ്റ് ഉണ്ടാവുമല്ലോ പുട്ട് നമ്മൾ കുത്തുമ്പോൾ, ആ ഒരു ഇത് കിട്ടിയില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കട്ട ഉണ്ടായിന് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാൻ തന്നെയല്ലേ. അപ്പം പിന്നെ പറയാം, അല്ല അപ്പം എന്താ കാട്ടണില്ല. എന്നാലും കുറേ അയക്കണം കേട്ടോ. ഞാൻ പുട്ട് ചുട്ടിട്ട് അങ്ങനെ നന്നാവാതെ തന്നെ നിൽക്കലില്ലോ. എപ്പോൾ പുട്ട് ചുട്ടാലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടൽ. അപ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആവിയൊക്കെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഇങ്ങനെ കട്ട ഉണ്ടായിന്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പുട്ട് ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. കടലക്കറിനെ ചെറിയ അപ്പുറത്ത് അടുപ്പത്തേക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കുന്ന റെസിപ്പി പറഞ്ഞല്ലോ കാണിക്കാന്നുള്ളത്. അപ്പോൾ ഒരു 3 ഉരുളക്കിഴങ്ങ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തൊലി കളഞ്ഞാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ, നീളത്തിലോ അല്ലെങ്കിൽ ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ.
ഈ കിഴങ്ങ് പൊരിച്ചു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആവില്ല. അപ്പോൾ എന്നും ഇങ്ങനെ പൊരിച്ചു കൊടുക്കണം അത്ര നല്ലതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടാൻ ഇതേപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ. അപ്പോൾ കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചപ്പോൾ തന്നെ നമ്മൾ പുട്ടിന് ആവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ടിതാ വാഴൻ്റെലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടകട്ടയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കടലയും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതാ കറിയും ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളപ്പിച്ചിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം. ഇവിടെ കടലയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ നല്ലോണം വാവണം കേട്ടോ. നമ്മളിങ്ങനെ ഞെക്കുമ്പം നല്ലോണമാണ് ഞെങ്ങണം. ഇങ്ങനെ എന്താ പറയുക, ഞെരടി കൊടുക്കൂലേ, അപ്പോൾ നല്ലോണം ഇങ്ങനെ ആവണം കേട്ടോ. അപ്പോൾ ഞാനതാ നോക്കിയത്, ഇല്ലെങ്കിൽ ഞങ്ങളെ ഉപ്പച്ചിക്ക് പറ്റൂല. അങ്ങനെ കടലക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ടേബിൾ മുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു പാത്രത്തിൻ്റെ ലിങ്ക് എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പാത്രമാണ്. ഞാനിങ്ങനെ കുറേ ആൾക്കാർ എന്നോട് എൻ്റെ ലിങ്ക് ചോദിച്ചപ്പോഴേ ഞാൻ അവരോട് ചോദിച്ചിന് കേട്ടോ, നിങ്ങൾ എവിടെ നിന്നാണ് ഈ പാത്രം വാങ്ങിയതെന്ന്. അപ്പോൾ ഒരു നിലമ്പൂർ പിന്നെ ജാംജൂമെന്ന് വാങ്ങിയതാണെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത്. അപ്പോൾ കറി വറവിട്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആയിട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയി. പിന്നെ ചോറും ചോറും ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ലഞ്ച് ബോക്സൊക്കെയുള്ള നമ്മളെ കിഴങ്ങുകൊണ്ടുള്ള റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ചട്ടി ചൂടാവാൻ കുറച്ച് നേരം പിടിക്കും, നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട്. അപ്പോൾ അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാവട്ടെ. അപ്പോൾ തന്നെ ഇതാ പിന്നെ എൻ്റെ അമ്മയുണ്ട് കേട്ടോ ഇവിടെ വീട്ടിൽ. അപ്പോൾ ഉമ്മാക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ, ഇൻസുലിനൊക്കെ വെക്കണമല്ലോ. അപ്പോൾ ഉമ്മാക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മഞ്ജുമോൾ ഇതാ അവിടെ അവൾക്ക് പുതിയ കുപ്പി വാങ്ങിക്കണം കേട്ടോ, വെള്ളക്കുപ്പി. അതാണ് ആ കാണിച്ചു തരുന്നത്. +1 എത്തിക്കണം, പറഞ്ഞിട്ട് അല്ല ചെറിയ കുട്ടികളെ പോലെയാണ്. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, ഒരു അര സ്പൂണൊക്കെ മതി കേട്ടോ കടുക്. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി കടുക് നല്ലോണം പൊട്ടണം. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെയാണല്ലോ, കടുക് നല്ലോണം പൊട്ടണം, എന്നാലുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഉരുളക്കിഴങ്ങും ഒരു സവാളയും 2 മുട്ടയാണ് കേട്ടോ അതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ സവാള ഇനി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ വിചാരിച്ച പോലെയുള്ള ടേസ്റ്റ് കിട്ടൂല കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ വേണം, ഒരു 2 സ്പൂൺ വേണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂണൊക്കെ എണ്ണ ചേർക്കൂലേ, അങ്ങനെയല്ല, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വേണം കേട്ടോ. ആ സവാളൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കും വേണം. സവാളൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ വേണേനും. അപ്പോൾ സവാളൊക്കെ വഴന്ന് വന്നു കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത്, എരിവുള്ള മുളക് പൊടി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അത് കുട്ടികൾക്ക് കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ എരിവ് കുറഞ്ഞോട്ടെ വിചാരിച്ചിട്ട് കാശ്മീരി മുളക് പൊടി എടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിഴങ്ങുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നീളത്തിലാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. ഇനിയിപ്പോൾ ചതുരത്തിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്യണേലൊന്നും കാര്യമല്ല, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതില്ലേ. അപ്പോൾ അങ്ങനെ കിഴങ്ങൊക്കെ ഇട്ടാണ്ട് നല്ല പോലെ അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞല്ലോ എണ്ണ വേണമെന്നുള്ളത്. അപ്പോൾ എണ്ണയൊക്കെ അത്യാവശ്യം അതിലുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അടി പിടിക്കൂല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചീനച്ചട്ടി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അധികം കുക്കിംഗ് ഇതിൽ തന്നെയാണ്. ഇത് നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൊന്നുമില്ല. എളുപ്പം നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങൾ എളുപ്പമായി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതൊന്നിങ്ങനെ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴുള്ളൂ എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുക. പിന്നെ വീണ്ടും അടച്ചു വെച്ചു. പിന്നെ തീയും അതേപോലെ അടുപ്പത്താണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് അങ്ങോട്ട് പാളിപ്പിച്ച് കത്തിക്കണ്ട കേട്ടോ. അതേപോലെ കുറേശ്ശെ കത്തിയാൽ മതി, ചെറുതായിട്ട് കത്തിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് ഇപ്പം നോക്കിയപ്പോൾ നമ്മൾ കിഴങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാകത്തെ വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കിഴങ്ങൊക്കെ ഇതിപ്പോൾ ഒരു 3 കിഴങ്ങൊക്കെയാണ് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കിഴങ്ങ് വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കൂട്ടാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മുട്ടയൊക്കെ ചേർത്താലും മതി കേട്ടോ. അതേപോലെ ഇതിലേറെ കിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടൻ്റെ എണ്ണവും കൂട്ടിക്കോളേണ്ടി. അപ്പോൾ അതൊക്കെ നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. 2 മുട്ട ഇതൊക്കെ പാകമാണ്. ഇനി അതിങ്ങനെ ചിക്കി പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ
എന്താ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊക്കെ ഇല്ലാത്ത ടൈമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയൊക്കെ വരുമ്പോൾ ഇതേപോലെ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ കിഴങ്ങ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. വേറെ നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിലും സൈഡായിട്ട് ഇത് മാത്രം മതി. പിന്നെ ഒരു മസാല എന്താ പറയുക മസാലക്കറിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആ മുട്ട ഒന്ന് വെന്ത് കിട്ടണം ഇനി. അപ്പോൾ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ എന്താ പറയുക ഇതിനിപ്പോൾ എന്താ പേര് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ കിഴങ്ങുകൊണ്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് വാങ്ങിയേക്കാം. പിന്നെ കറിവേപ്പിൻ്റെ ഇല എൻ്റെ അടുത്തില്ലേന് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഇട്ടേക്കാണെങ്കിൽ ഒന്നും കൂടെ എന്താ പറയുക കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ കാണാനും ഒരു ലുക്ക് ഉണ്ടാവുമല്ലോ കറിവേപ്പിൻ്റെ ഇല ഇടുമ്പോൾ. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ മഞ്ജുമോൾക്ക് ചോറിപ്പോൾ ഞാൻ വാഴൻ്റെ തന്നെ കേട്ടോ കൊടുക്കൽ. അപ്പോൾ അതാ കുറച്ച് മതി എന്ന് പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ ഇലയ്ക്ക് നമ്മൾ പുട്ട് ചുട്ടില്ലേ ആ ഇല തന്നെയാണ് കേട്ടോ അത് ഞാൻ വാട്ടിയെടുത്തുകൊണ്ട് ഒന്ന് തുടച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ചോറിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു കൂട്ടാൻ തന്നെ വെച്ച് കൊടുക്കണുള്ളൂ കേട്ടോ, വേറെ കൂട്ടാനൊന്നുമില്ല. ഇതന്നെ മതി കേട്ടോ ചോറ് കഴിക്കാനും. പിന്നെ ഞാൻ പറയില്ലേ അവർക്ക് അങ്ങനെ കുറേ കൂട്ടാൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി, അത് കൂട്ടിയിട്ട് തന്നെ ഒരു ചോറൊക്കെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുറേ കറി വേണം കൂട്ടാൻ വേണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കും തന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉപ്പച്ചി ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ ചോറ് ഊറ്റാനും അതേപോലെ കൂട്ടാൻ ഉണ്ടാക്കാനൊക്കെ ഒപ്പമുണ്ട് കേട്ടോ. സവാളയൊക്കെ കട്ട് ചെയ്ത് തരാനും എല്ലാത്തിനും ഉണ്ടാവലുണ്ട്. അങ്ങനെ മഞ്ജുമോൾക്കുള്ള ചോറൊക്കെ പൊതിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഒരു പേപ്പറിലും കൂടെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാമെന്ന് കരുതി. ഒരിത്തിരി ചോറുള്ളൂ, നമുക്ക് പൊതിയണേന് മുതലാവില്ല. ഒരു പൊടി ചോറുണ്ട്, അത് വട്ടപാത്രത്തിലാക്കി കൊടുക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഇലയിൽ കൊണ്ടുപോയി ശീലമായപ്പോഴേ എന്നോട് അന്നമ്മച്ചി എനിക്ക് വാഴൻ്റെലിയിൽ തന്നെ മതി കേട്ടോ. വാഴൻ്റെലിയിൽ അത് തുറന്നുകൊണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പം എന്നെ പൊളിച്ചുമ്പോൾ കയറ്റിയാണ് അമ്മച്ചി വാഴൻ്റെലിയിൽ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് അമ്മച്ചിയെ കഴിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ എന്തായാലും ഞാൻ ഓളം ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് പൊതിഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ സമയമില്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തിരക്കേ കാരം, അല്ലെങ്കിൽ മക്കൾ പറയണമൊക്കെ കേട്ട് ഓരോ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വെറുതെ വെക്കുമ്പോൾ തന്നെ അവരിങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു, ഒരു കവറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ റിച്ചുവിനും ചോറ് പാത്രത്തിലാക്കണം. അപ്പോൾ ഓനക്കുള്ള ചോറും പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഓനക്കും തന്നെ കേട്ടോ കൂട്ടാൻ. അപ്പോൾ ഇതാ ചോറൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഉള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് മീനൊക്കെ ഉണ്ടാക്കണം കേട്ടോ, മീൻ കറി ഉണ്ടാക്കണം. അതേപോലെ ഇന്നിപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് കൂടെ നോക്കിയപ്പോഴേ എന്താ മുരിങ്ങ ഉണ്ടോയെന്ന് നോക്കിയതാ കേട്ടോ. അപ്പോൾ മുരിങ്ങ കുറവാണ് ഇപ്പം, ഇങ്ങനെ പഴുത്ത് ചാടിയിരിക്കണം കുറേ, പിന്നെ കുറേ മേലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നൊരു മുരിങ്ങ കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി മുരിങ്ങ ഉപ്പേരി കഴിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പോയാൽ പിന്നെ വേറെ ഉണ്ട് കുറച്ച് പരിപാടിയും കൂടിയൊക്കെ കേട്ടോ. അക്ഷയയിലൊക്കെ ഒന്ന് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വൈകിട്ടാവും വീട്ടിലേക്ക് എത്തുക. അപ്പോൾ ഒക്കെ ഉണ്ടാക്കി വെച്ച് പോയാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ അമ്മയുണ്ട് വീട്ടിൽ, അപ്പോൾ അമ്മക്കും നേരത്തിന് ഫുഡൊക്കെ കൊടുക്കുക. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കും. പിന്നെ പാവും ചിഞ്ചും അമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചക്ക് ഫുഡ് കഴിക്കാനും. അപ്പോൾ ഇതാ ഞാനിവിടെ എന്താ മുരിങ്ങ എനിക്ക് കിട്ടണില്ല. അപ്പോൾ ചെറിയൊരു കൊമ്പ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ തെത്ത മുരിങ്ങ ഉണ്ടായിനി, അപ്പോൾ അതൊക്കെ പൊടിക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ ആരോ ഒരാൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്തിനി, ആദ്യമൊക്കെ തൊടിയിൽ നിറയെ എന്താ പപ്പായും അതേപോലെ കൃഷികളൊക്കെ ഉണ്ടായിനി, അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടായിനി, എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിനി. ശരിയാണ്, ആദ്യമൊക്കെ ചേമ്പും ചേനയും അതേപോലെ പയറും വെണ്ടയ്ക്കയും ഒക്കെ ഞാൻ കുഴിച്ചിട്ട് തന്നെ ഉണ്ടായിനി. പപ്പായ ഇഷ്ടം പോലെ ഉണ്ടായിനി, വലിയ വലിയ പപ്പായകൾ, നല്ല പഴുത്തതൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോഴേ നല്ല ഭംഗിയാണ് കാണുമ്പം തന്നെ. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇനിയൊക്കെ നമുക്ക് കുഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം ഇൻഷാ അള്ളാ. പിന്നെ മീൻ കറിക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു, തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പം ഇനി നമുക്ക് മീൻ കറിയും കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ അരച്ച മീൻ കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അയിലന്നെ കറിയും അതേപോലെ തന്നെ ഒരു കുറച്ച് മീൻ എടുത്താണ്ട് പൊരിക്കുകയും ചെയ്യുക. പിന്നെ നമ്മളെ മുരിങ്ങൻ്റെ ഉപ്പേരിയും അതാണ് കേട്ടോ ചോറിന് കൂട്ടാൻ. ഞാനിപ്പോൾ ഇന്ന് എന്താ വീഡിയോ ഇടാൻ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേന് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇന്നലെ നിങ്ങളെ കമൻറ്റൊക്കെ നോക്കിയത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഓരോരുത്തർ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ വീഡിയോ കാണുന്നത് ഇഷ്ടമാണ്, അതേപോലെ കുക്കിംഗ്
എല്ലാവരും ഒന്നും ചെയ്യണതല്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കലുണ്ട്. അപ്പം ഒരുപാട് ഇഷ്ടമാണ്, നല്ല റെസിപ്പീസാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായതാട്ടോ. മറ്റേ ഇപ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കേനെ, ഇനിയിപ്പം എന്താ ഇപ്പം ഒന്ന് വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മീൻകറി ഉണ്ടാക്കണം കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും നിങ്ങൾ ഞാൻ ഉണ്ടാക്കണ പോലെയൊക്കെ ഉണ്ടാക്കലില്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ആദ്യം ഞാൻ എണ്ണയിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്തത്. പിന്നെ സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്ത് അതിക്ക് തക്കാളി ഇട്ട് കൊടുത്തു. അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരട്ടെ. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് അതിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ തേങ്ങ അവിടെ ചിരവി വെച്ചിട്ടുണ്ടെങ്കിലും അത് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ട് എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ ഉണ്ടാവുകയെ. പിന്നെ എരിവ് കുറവേക്കാരം, അപ്പോൾ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതന്നെ ഉള്ളൂ കേട്ടോ പൊടികൾ ചേർക്കണം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഇത് അരക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെയായിട്ട് അരച്ചെടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിനി നിങ്ങൾ ഉപയോഗിക്കണ മിക്സി ഏതാ ബ്രാൻഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സുജാതൻ്റെ മിക്സി കേട്ടോ യൂസ് ചെയ്യണത്, നല്ല മിക്സിയാണ്. അങ്ങനെ അരപ്പൊക്കെ റെഡി ആയിട്ടോ. ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ മീനും കുറച്ച് നേരമായി നമ്മൾ കഴുകി വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തലഭാഗമൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കണത്. വാലിൻ്റെ കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് പൊരിക്കും ചെയ്യാൻ വിചാരിച്ച്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചട്ടവും കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒക്കെ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ ജാറിൽ അത്യാവശ്യം തേങ്ങൻ്റെ അരപ്പൊക്കെ ആയി തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, വെള്ളം വേണമല്ലോ നമുക്ക് കറിക്ക് ഏതായാലും വെള്ളം ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ജാറ് ചുഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി കൊടംപുളിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടംപുളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ വാളംപുളിയാണ് കേട്ടോ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചിട്ട് വേണം കേട്ടോ നമുക്ക് മീൻ ഇതിലേക്ക് ചേർക്കാൻ. അങ്ങനെ കേട്ടോ മീൻ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കറിയത്തെ മീനിനോട് ഇവിടെ വലിയ താല്പര്യമില്ല കുട്ടികൾക്കൊന്നും. ഒക്കെ പൊരിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടം. എനിക്കും ഉമ്മാക്കും ബാബുവിനൊക്കെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മീനെ ഇട്ടിട്ടുള്ളൂ അതിക്ക്. ബാക്കിയുള്ളത് പൊരിക്കാനും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിവിടെ മക്കളൊക്കെ മീൻ പൊരിച്ച് വെച്ചാൽ എല്ലാവർക്കും വാലിൻ്റെ കഷ്ണേക്കാരട്ടെ വേണ്ടിരാം. വാലും കഷ്ണം ഉണ്ടോ ഉമ്മച്ചിയെ, വാലും കഷ്ണം ഉണ്ടോ ഉമ്മച്ചിയെ എന്നാണ് ചോദിക്കുക. അതെന്താ ഓൽക്ക് വാലിനോട് അത്ര പ്രിയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനത്തെ ചോദ്യം? ഇപ്പച്ചി മക്കളൊക്കെ ചോദിക്കും, വാലും കഷ്ണം ഉണ്ടോ ചോദിക്കും. അപ്പോൾ മീൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടായിനും. പിന്നെ അത് തൂമിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ മീൻ കറി റെഡിയായി. ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെ നമ്മളെ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. പിന്നെ മീൻ പൊരിക്കാളിൽ ഞാൻ മസാലയും തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളെ ഈ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ കേട്ടോ വീണ്ടും വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിനി. അതൊന്നും മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ മുരിങ്ങ ഇട്ട് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിക്കും വെള്ളം ഒഴിക്കലില്ല കേട്ടോ. വെള്ളം ഒഴിക്കാതെ പിന്നെ ഈ ചട്ടിയിലാകുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവിയിൽ തന്നെ വേവും. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഇല പെട്ടെന്ന് തന്നെ വാടുമല്ലോ, മുരിങ്ങയിലല്ലേ. മുരിങ്ങയില അധികം വെന്താലും കഴിക്കും, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ തന്നെ ഇലയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അതും അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങുപ്പേരി ഇത്ര തന്നെ ഉള്ളൂ. ഇനി കുറച്ച് നേരം ഇതിലിട്ടിട്ടാണ്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ കിടന്നിട്ട് തന്നെ അങ്ങനെ വെന്തോളും. പിന്നെ അതേപോലെ ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കുറേ നമ്മൾ ചാനലിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പം അറിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാവും അങ്ങനത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടത് കേട്ടോ. ഗിവ് അവേ വിന്നർ ആവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ആ വീഡിയോയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ചെയ്യാം. അല്ലാതെ വെറുതെ ഹായ് ബൈ കൂയി അങ്ങനെ ഇട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യരുത് കേട്ടോ. നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോക്ക് ലൈക്കും ഒക്കെ ചെയ്യുക.
അങ്ങനെ ഈ ഹായ് കൂയി എന്നൊന്നും പറഞ്ഞിട്ടുള്ള കമൻറ്റൊന്നും ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊന്നും യൂട്യൂബ് പരിഗണിക്കൂല കേട്ടോ. നമുക്ക് YT സ്റ്റുഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മളെ ചാനൽ കണ്ട് വീഡിയോസൊക്കെ കണ്ട് ജെന്യുവൻ ആയിട്ടുള്ള കമൻറ്റ് ഇടുന്ന ആൾക്കാരെ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കാറ്. അപ്പോൾ അത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ട്. ഞാൻ വിന്നറെ സെലക്ട് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യലുണ്ട്. അപ്പം ഇന്നാണ് ഞാൻ ആ വീഡിയോ എടുത്തത് കേട്ടോ. വിന്നറെ ഇന്നലെ ഞാൻ പറഞ്ഞിനി വിന്നർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർക്കുള്ള ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല. ആ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു പാത്രമാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇൻഡസ് വാലിത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ലൊരു പാത്രമാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്, ഒക്കെ ഉള്ള നല്ലൊരു പാത്രമാണ് കേട്ടോ. നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനും അതേപോലെ കട്ട്ലേറ്റൊക്കെ പൊരിക്കാനും ദോശ വരെ നമുക്കിതിൽ ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റീൽ പാത്രമാണെന്ന് വിചാരിച്ചിട്ട് അടി പിടിക്കണ പേടി അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല പാത്രമാണ്. കണ്ടോ, ഇതിൻ്റെ അടിഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടിയുള്ള നല്ല പാത്രമാണ് കേട്ടോ. കട്ട്ലേറ്റ് ഒക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരുപാട് ഓയിലൊന്നും വേണ്ടല്ലോ, അങ്ങനെ പരന്ന പാത്രമാകുമ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. സമൂസ ഫ്രൈ ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ അവിയൽ ഉണ്ടാക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഞാനിത് അയച്ചിട്ടുണ്ട്. ഇനിതാ ഇപ്രാവശ്യത്തെ വിന്നറെയാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ YT സ്റ്റുഡിയോ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ഷെരീഫത്തെയാണ് കൂടുതൽ കമൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സെമീറാപ്പിക്കാണ് നമ്മളിപ്പോൾ ഗിഫ്റ്റ് കൊടുത്തത്. ഇനിയിപ്പോൾ അതാ ഹംദാനാണ് കേട്ടോ 906 കമൻറ്റ് തന്ന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഹംദാനാണ് നമ്മളിപ്പോൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നത്. പിന്നെ സുധാ നായർക്ക് ഇതിൻ്റെ മുന്നേ നമ്മൾ വിന്നറെ തിരഞ്ഞെടുത്തപ്പം നമ്മൾ തിരഞ്ഞെടുത്തതാണ് സുധാ നായർ. പക്ഷേ അവർക്ക് ഞാൻ അയച്ചു കൊടുത്ത ഗിഫ്റ്റ് കാണിച്ചപ്പോൾ അതാണെങ്കിൽ അവരെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വേറെ പുതിയ പാത്രം കിട്ടിയിട്ട് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ പാത്രം കിട്ടിയിട്ട് ഞാൻ അയച്ചു കൊടുക്കും. ഇപ്പോൾ ഹംദാനുള്ളതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേന് നിങ്ങൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഗിഫ്റ്റിൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്ക് തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുന്ന രീതിയിലാവട്ടെ നമ്മളെ ഗിവ് അവേ. അപ്പോൾ അതേപോലെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കണ്ട. ഇപ്പോൾ എനിക്ക് ഒരാൾക്കേ ഗിഫ്റ്റ് തരാൻ കഴിയുള്ളൂ. ഇനി ഇൻഷാ അല്ലാ നമുക്ക് 2-3 പേർക്കൊക്കെ ഗിഫ്റ്റ് തരാനുള്ള എന്താ പറയുക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തായാലും ഞാൻ ഒരു മാസം തന്നെ 2-3 ആൾക്കൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കണ്ട കേട്ടോ. എനിക്ക് ആഗ്രഹമുണ്ട്, സാധിക്കുമല്ലെന്ന് അറിയില്ല. എന്തായാലും ഒരാൾക്ക് ഞാൻ എന്തായാലും എല്ലാ മാസവും ഇതേപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയപ്പോഴേ ഞാനൊന്ന് വിളമ്പി കാണിക്കുകയാണ് കേട്ടോ. ചോറ് തിന്നാനൊന്നും ടൈം ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പുറത്ത് പോകണം എന്നുള്ളത്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ മടിയേക്കാരം. അപ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. താങ്ക്